നമ്മുടെ രാജനെ ഇന്നിവിടെ കണ്ടേയില്ലല്ലോ. കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ദേ ഇന്നലെ പോണുണ്ടല്ലോ, പറഞ്ഞുവിടാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. മനസ്സിലായി? എന്ത് മനസ്സിലായി? ചുമ്മാ ചോദിച്ചാണെന്ന്. രാജൻ നോക്കിക്കോളൂ, അടുത്ത കൊല്ലം ഉത്സവത്തിന് മുമ്പ് ഒരു ജോലി തരാവും തീർച്ച. എന്തോ ദിവസവും പോസ്റ്റ്മാന്റെ വരവും കാത്തുള്ള തപസ്സുണ്ടല്ലോ, അനുഭവിക്കുന്നവർക്കേ അറിയാം എന്റെ വിഷമം. എവിടേക്കാ പൊതുലൊട്ടിയും തമ്പ്രാനും കൂടെ? എവിടേക്കും ഇല്ല, വെറുതെ. മാധവൻകുട്ടിയൊക്കെ പറയണേ ഇയാളൊരു കള്ള വെളിച്ചപ്പാടാണെന്നാ. തലവെട്ടിപ്പൊളിക്കലും രക്തം വീഴ്ത്തലും ഒക്കെ ഒരുതരം അടവാണത്രേ. പക്ഷെ ഉറഞ്ഞു തുണ്ണണ്ട, ശരിക്കും ബാധ കയറിയിട്ട് തന്നെയാണെന്നേ തോന്നൂ. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വേഷമല്ലേ നീ. ഏയ് പോസ്റ്റ്മാനെ, അവിടെ നിക്ക. മേനെ ഒന്ന് നിക്ക, ചോദിക്കട്ടെ. പോസ്റ്റ്മാനെ, എനിക്ക് കത്ത് വല്ലോണ്ടോ നോക്കുക. ഒന്ന് നോക്കുക മേനെ. ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ മേനല്ല, നല്ല ഒന്നാന്തരം പിഷാരടിയാണെന്ന്. പിഷാരടി എങ്കിൽ പിഷാരടി, കത്തുണ്ടോ നോക്കുക. കത്തുണ്ടെങ്കിലേ അതങ്ങോട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു തന്നിരിക്കും. അതിനാ സർക്കാർ എനിക്ക് ശമ്പളം തരണേ, മനസ്സിലാവണ്ടോ? അല്ലാണ്ട് കാണുമ്പോ മെക്കിട്ട് തരാൻ പറഞ്ഞോണ്ട് കത്തുണ്ടാവില്ല. അത് വരി എന്നെ വേണം. ഇല്ലാത്ത കാശ് കടം വാങ്ങിയിട്ടാണ് ഓരോ അപേക്ഷ അയക്കുന്നത്. 4 ഇടത്തുനിന്ന് മറുപടി വരാനുണ്ട്. പറയണ കേട്ടാ എന്റെ ഉദാസീനത കൊണ്ടാണ് കത്ത് വരാത്തേന്ന് തോന്നുമല്ലോ. എന്നല്ല, പിന്നെ അയക്കണ അപേക്ഷകൾക്ക് മറുപടി അയക്കണമെന്ന് അത് കിട്ടുന്നവർ കൂടി തോന്നണ്ടേ. അല്ലാണ്ട് ഞാൻ വേറൊരു ദൂതൻ എന്ത് ചെയ്യാനാ. എന്നാലും മേനല്ല, പിഷാരടി. അതെ പിഷാരടി, നിങ്ങൾ ഒന്നുകൂടെ ഉത്സാഹിക്കണം. ഏട്ടൻ തമ്പുരാൻ 2 കത്തുണ്ട്, അതിലൊന്ന് ഇയാൾ കൊടുത്തോട്ടെ. പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരന് കത്ത് വരാത്തതില് തമ്പുരാന് സങ്കടം ഉണ്ടെങ്കിൽ ഇനി ഒരു മാർഗേ ബാക്കിയുള്ളൂ. അനിയൻ തമ്പുരാൻ തന്നെ ഒരു കത്ത് എഴുതി പെട്ടിയിലിടുക. അത് കൃത്യമായിട്ട് ഞാൻ ഇയാൾക്ക് എത്തിച്ചു കൊടുത്തോളാം. എന്താ, മതിയോ? പാവം, കത്ത് വരാണ്ട് അയാൾ എങ്ങനെയാ തരിക? എന്താ ഞങ്ങള് കുട്ടിയും കോലും കളിക്കുമ്പോ കുട്ടി അവിടെ തങ്ങിപ്പോയി. അയ്യോ എന്റെ ഈശ്വര, അയ്യോ 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 അയ്യോ, എവിടേക്ക് എന്നെ കൊണ്ടുപോണേ എന്റെ ഈശ്വര? ആരാ എന്നെ എടുത്തേക്കണേ? അതൊന്ന് പറയേ. ഞാനാണ് മുത്തശ്ശി, അനിയൻ കോവിലത്തെ. അനിയൻ തമ്പുരാനോ? ഭാഗ്യം, തൊട്ട അശുദ്ധായില്ലല്ലോ. ആവോ, ഭാഗ്യമൊന്ന് കൂട്ടിക്കോളും മുത്തശ്ശിയെ. കണ്ണി കൊള്ളേണ്ടത് പുരിയത്തായിന്ന് കരുതുക. ആരായി പണി പറ്റിച്ചേ? തല തെറിച്ച് വല്ല നാശവിത്തുകളായിരിക്കും. കുരുത്തം കെട്ട വക കുറെ ഉണ്ടല്ലോ ഈ നാട്ടില്. ഇനി ഇങ്ങോട്ട് വരട്ടെ പുളിയിലെറിയേ, എന്റെ കൈ കിട്ടാവട്ടെ. അയ്യോ മുത്തശ്ശി, കുട്ടികളല്ല. അല്ലാണ്ട് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധാണ്. എന്നിട്ടാണ് ഒന്നും അറിയാത്ത പഞ്ചപാവത്തെ പോലെ എന്നെ എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടിയതല്ലേ? ഞെളിഞ്ഞിരുന്ന് പറയണ കേട്ടില്ലേ? കുട്ടിയോളല്ല ഞാനാ മുത്തശ്ശിന്ന്. ഒന്നിനോളം വലുതായി പോയില്ലോ. അല്ലെങ്കിൽ തന്നേനെ ഞാനൊന്നു. അയ്യോ എന്റെ ഈശ്വരാ. അയ്യോ, ഈ തമ്പുരാൻ എന്തൊരു ശുദ്ധനാ. ഇത് കേറിയാക്കണ്ട വല്ല കാര്യമുണ്ട്. അവനവൻ ചെയ്തത് ഏറ്റു പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ, അല്ലേ മുത്തശ്ശി? എന്താ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. എന്താ കാര്യം? രാവത്തെ പരമനായര് അയാൾ ചെയ്ത ദുഷ്ടതരമാണ്. അവൻ തേങ്ങ മോഷ്ടിച്ചെന്ന് ഭഗവാനെ വിചാരിച്ച് തമ്പുരാൻ അവനെ വിടിയിച്ചായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് നാണു മാത്രമേ ഉള്ളൂ. അവൻ എന്തെങ്കിലും വന്നപ്പോ ഞാൻ ജീവിച്ചിരിക്കല്ലോ തമ്പുരാനെ. നാണു തേങ്ങ മോഷ്ടിച്ചോ? പച്ച കള്ളവാ തമ്പുരാനെ. കൺമുന്നിൽ ഇട്ട് കൊടുത്താ പോലും അന്യന്റെ വസ്തു തിരിഞ്ഞു നോക്കുകയല്ല.
അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയത്. 13,000 വേറെന്തോ വൈരാഗ്യത്തിന് ചമച്ചുണ്ടാക്കിയ കള്ളക്കേസാ. തമ്പ്രാൻ എന്റെ മോനെ രക്ഷിച്ചു തരണോ? ആഹാ. ചെയ്യാത്ത കുറ്റത്തിന് ആരാണ് ഇവിടെ നാണുവിനെ ശിക്ഷിക്കാന്ന് അറിയണമല്ലോ. നാണുവിനമ്മ വിഷമിക്കാതിരിക്കാം. രാജവാഴ്ച പോയതോടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അടക്കം എല്ലാത്തിനും വില പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഒരു ബഹുമാനം കോവിലകത്തോടും അവിടുത്തെ തമ്പരാക്കന്മാരോടും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ടുകൂടി പറയുകയാണ്, ഇവിടത്തെ പോലുള്ള ഒരാള് ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളിൽ ഇടപെടരുത്. അവൻ തേങ്ങ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവൻ വാങ്ങിക്കട്ടെ. അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഹെഡ് കോൺസ്റ്റബിളെ? എന്നാ കേട്ടോളൂ, നാണു മോഷ്ടിച്ചിട്ടില്ല. കണ്ട സാക്ഷികളും പിടിച്ചെടുത്ത തൊണ്ടിയും ഒക്കെ ഓരോ വൈരാഗ്യത്തിന്റെ പേരിൽ കൽപ്പിച്ചുണ്ടാക്കിയതാണ്. നാണു മോഷ്ടിച്ചിട്ടില്ല. ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ വന്ന് പറയുന്നു തോന്നുന്നുണ്ടോ ഹെഡ് കോൺസ്റ്റബിളിന്? അനിയൻ തമ്പുരാൻ ഇത്ര തറപ്പിച്ച് പറയുമ്പോ ശരിയായിരിക്കും. അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. ആ, അവനെ അങ്ങോട്ട് വിട്ടയക്കുക. എടോ അബ്ദുള്ളേ, ആ ചെറുക്കനെ ഇറക്കി വിട്. നിങ്ങളവനെ ഭേദ്യം ചെയ്യുമെന്നും ഉണ്ടായില്ലല്ലോ. ഏയ് ഇല്ല, സാവകാശമാകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. തമ്പുരാൻ വന്ന് നിന്റെ നല്ല നേരം. ഓക്കെ. അവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഹെഡ് കോൺസ്റ്റബിളെ അവനൊരു കള്ളനല്ലെന്ന്? ആകെ കൂടിയുള്ളത് 10-16 തെങ്ങ. വിളഞ്ഞ കൊലയിൽ നിന്ന് രാത്രി തേങ്ങ പിരിച്ചെടുക്കും. ഇന്ന് എന്തെങ്കിലും തുടങ്ങിയതല്ല ഈ ഉപദ്രവം. ഉപദേശിച്ചു നോക്കി, ശാസ്ത്രം നോക്കി, രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാ ഇന്നലെ രാത്രി കാവലിൽ നിന്ന് കയ്യോടെ പിടിച്ചത്. അപ്പൊ നിങ്ങൾ പറയുന്നത് നാണു ശരിക്കും തേങ്ങ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണോ? ഭഗവാൻ അറിയാം, അതാണ് സത്യം. ഹായ്, അപ്പൊ ഞാൻ കാണിച്ചാണല്ലോ അതിക്രമം. സാരമില്ല, വഴിയുണ്ടാക്കാം. ഓ, അതെ ഹെഡ് കോൺസ്റ്റബിളെ, ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു. ആ നാണു ശരിക്കും തേങ്ങ മോഷ്ടിച്ചിരുന്നു അത്രേ. അത് മനസ്സിലാക്കേണ്ടേ ഞാൻ വന്ന് ശുപാർശ ചെയ്തതും അത് വിശ്വസിച്ച് നിങ്ങൾ അവനെ വിട്ടയച്ചതും രണ്ടും ബുദ്ധിമോശമായി. അതങ്ങോട്ട് തിരുത്തുക. മോഷണം നടത്തി പിന്നെ നുണയം പറഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും വിട്ടയാക്കിയിട്ട് ഒരുത്തരം അങ്ങനെ രക്ഷപ്പെടാൻ പാടുണ്ടോ? ഇല്ല. ആരെന്ന് വെച്ചാൽ അയച്ച് അവനെ കൈയോടെ പിടിക്കുക, ഭേഷായിട്ട് ഭേദ്യം ചെയ്യുക, വേണ്ട ശിക്ഷയൊക്കെ കൊടുക്കുക. പാവം ആ 13,000 പോലുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഒട്ടും അമാന്തിക്കണ്ട കേട്ടോ. ഈ വക കാര്യങ്ങൾക്ക് അപ്പ തന്നെ കിട്ടണം, എന്നാലേ പഠിക്കൂ. വരട്ടെ. നന്നായി രാജ്യഭാരം കയ്യിലില്ലാതെ പോയത്. വങ്കൻ ബർമേന്ന് വന്നപ്പോ കൊണ്ടുവന്ന 5-6 പുത്തൻ കയ്യിലുണ്ടെന്ന് കരുതി രാമകൃഷ്ണ കൈമൾ എന്റെ മുമ്പിൽ ആരാവാനാടോ? കമ്മിറ്റി പ്രസിഡന്റാന്നും പറഞ്ഞൊരു അലങ്കാരത്തിന് ഞെളിഞ്ഞിരിക്കാം, അത്ര തന്നെ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോ, അതിന് ഞാൻ തന്നെ മനസ്സ് വെക്കണം. അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? എന്താ പറഞ്ഞോളൂ. പ്രിയദർശിനി വായനശാലയുടെ പ്രവർത്തകരാണ്. വായനശാല കെട്ടിടം ഒന്ന് പുതുക്കി പണിയാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നല്ല കാര്യം. ആട്ടെ, ഞാനിപ്പോഴെന്താ വേണ്ടത് അത് പറഞ്ഞോളൂ. ഉദാരമായ എന്തെങ്കിലും ഒരു സംഭാവന. ഈ കോലത്ത് ഔദാര്യത്തിനൊട്ടും മുട്ടുണ്ടായിട്ടില്ല. പറഞ്ഞോളൂ, എത്രയാ വേണ്ടത്? ഇവിടത്തെ ഇഷ്ടം പോലെ എന്തെങ്കിലും. അതല്ല അതിന്റെ ശരി. എത്രയാ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞോളൂ. ഒരു 500, ഒരു 250 റുപ്യ. വല്ലാണ്ട കുറച്ച് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഈ കോലത്തെയും. 250 റുപ്യേ? അവിടുന്ന് പറഞ്ഞാ മതി. 1000 ആയാലോ? 1000 അങ്ങോട്ട് എഴുതാ. അത്രയും കയറ്റി ഈ നാട്ടിൽ വേറെ ആരും സംഭാവന തരാൻ ഉണ്ടാവില്ല. ഓ ഇല്ല, ആ ബർമാക്കാരൻ പോലും ഇല്ല. കൈമൾ സാർ 500 റുപ്യാണ് തന്നത്. നാട്ടിലൊരു നല്ല കാര്യത്തിന് കൊടുത്ത സംഭാവന കേട്ടില്ലേ? 500 റുപ്യ. പെട്ടി നിറയെ പണം ഉണ്ടായിട്ട് എന്താടോ കാര്യം? വാസ്തവം. തേങ്ങാക്കാരനെ കാണുമ്പോ ഇവർക്ക് ഇവിടുത്തെ കണക്കിൽ 1100 റുപ്യ വാങ്ങിച്ചു കൊടുത്തേക്കുക. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തേങ്ങാക്കാരൻ്റെ ഇന്ന് പറ്റിപ്പോ കുറച്ചായി. ആവട്ടെ, തെങ്ങിന് തേങ്ങ ഇനിയും കായ്ക്കൂലോ. അതുകൊണ്ടും തീർന്നില്ല വെച്ചാൽ അതിനുള്ള വഴി അപ്പം നോക്കാം. ഞാൻ രാവിലെ പറഞ്ഞിരുന്ന കാര്യം. ഓ, മകന്റെ പഠിപ്പിന് പണം അയക്കണ കാര്യല്ലേ? മറന്നിട്ടില്ല. അതും അയാളുടെ അടുത്ത് തന്നെ വാങ്ങിക്കോളൂ. കണക്ക് തേക്കിന് ഞാനായിക്കോളാം. എന്താ പോരെ? മതി. പങ്കുണിയാരെ, കോലോത്തെ ദാനധർമ്മങ്ങള് ഞാനായിട്ട് മുടക്കില്ല. വായനശാലയ്ക്ക് വേണ്ടിയിട്ടായാലും ശരി, തന്റെ മകന്റെ പഠിപ്പിന് വേണ്ടിയിട്ടായാലും ശരി. എന്താ? ആരാ അവിടെ? കുടിക്കാൻ കുറച്ച് വെള്ളം തരാ. കല്യാണിയമ്മേ, എത്ര പുസ്തകമാണ് ഈ തമ്പുരാട്ടി വായിച്ചു കൂട്ടുന്നത്? കോലോത്തെ തമ്പുരാട്ടിമാരെല്ലാം ഇങ്ങനെയാണോ? ആയിരിക്കും. ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്നാ അമ്മാവൻ പറയാറ്. ഏട്ടൻ തമ്പുരാന്റെ ഭാഗ്യം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ
വേണ്ട ബുദ്ധി ഉപദേശിക്കാനുള്ള അറിവും വൈഭവവും ഇവിടത്തേക്കുണ്ടല്ലോ. ആ കല്യാണമ്മേ, അടയ്ക്കാമരത്തിന്റെ മടലൊന്ന് കുളത്ത് വീണ് കിടക്കണു, അതൊന്ന് എടുത്തു കളഞ്ഞോളൂ. ഇല്ലയെന്ന് വെച്ചാ അത് കിടന്ന് ചീഞ്ഞ് വെള്ളം ചീത്തയാവും. അതിനിട വരുത്തണ്ട. ഞാൻ ഇവിടെ കാണിക്കുന്ന അടുപ്പവും കോലത്തോടുള്ള കൂറുമൊന്നും പണ്ടേ ആയമ്മയ്ക്ക് പിടിക്കാറില്ല. പിടിക്കണ്ട അത്ര തന്നെ. അനിയൻ തമ്പുരാൻ വരണുണ്ട്. ഇന്നെന്താ രാജവാരവും കാര്യാന്വേഷണവും ഒക്കെ നേരത്തെ അവസാനിപ്പിച്ചോ? അനിയൻ കുഞ്ഞു കുട്ടിയല്ലേ, എത്ര നേരാ കോലത്ത് അടച്ചു കൂട്ടിയിരിക്കുക. ഇടയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ആളുകളായിട്ട് ഇടപഴകിയ ഒരു ശീലമെങ്കിലും ഉണ്ടാവൂലോ. ആ ചെല്ലിയല്ലേ. ഒന്നിനോളം വളർന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരവും പ്രാപ്തിയില്ലാന്ന് വന്നപ്പോ തീർന്നില്ലേ എല്ലാം? കണ്ടില്ലേ താഴത്തെ പഞ്ചായത്ത്? കണ്ടു. അമ്മാവന്റെ വക ഉമ്മറത്ത്, മരുമകളുടെ വക തളത്തിലും. ഈ കോവിലകം മുടിപ്പിച്ചിട്ട് അടങ്ങ് രണ്ടാളും. ഉണ്ണി ഒന്നിലും ഇടപെടണ്ട. കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിക്കുക, അതേ വഴിയുള്ളൂ. ഉണ്ണിയുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടരൊക്കെ കോലത്ത് കയറാൻ ധൈര്യപ്പെടുമായിരുന്നു. ആ പറഞ്ഞിട്ടെന്താ ഫലം? അമ്മയും വല്യമ്മാവനും ഉണ്ടായിരുന്ന കാലം അതൊരു കാലം തന്നെയായിരുന്നു. അനിയൻ തമ്പുരാൻ എന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വീണ വായിക്കാം. വേണ്ട, അതിൽ തുടരുത്. ഞാൻ അടുത്ത് വരുമ്പോഴെന്താ ഈ ഇഷ്ടക്കേട്? എപ്പോഴും അതെ, ഒരൊഴിഞ്ഞുമാറലാണ്. അതോ ഉള്ളിലെ ഇഷ്ടം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണോ ഈ അപ്രിയം? ആ ചിരിയും കൊഞ്ചിക്കൊഴഞ്ഞൊരു വർത്താനവും കണ്ണെറിയലും, ഹായ്, മുഖത്തേക്ക് കാറി തുപ്പാനാണ് എനിക്ക് തോന്നിയത്. അരുതുണ്ണി, ഒരു അവിവേകവും കാട്ടരുത്. അശ്രീകരം. ഏട്ടനെ വശീകരിച്ചത് പോരാഞ്ഞിട്ടാവും എന്റെ അടുത്ത്. ഏട്ടത്തിയുടെ കോവിലകത്ത് നിന്നും ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. കല്യാണിയമ്മയ്ക്ക് ഇനി പിടിപ്പത് പണിയായി. അതിനെന്താ ഉണ്ണി, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലല്ലേ. ഏതായാലും ഇവര് ഇടയ്ക്കും തലയ്ക്കും ഒന്ന് വന്ന് പോകണത് നല്ലത് തന്നെ. ഏട്ടത്തി ഇരുന്നിടത്തു നിന്നും ഒന്നും അനങ്ങുമല്ലോ. പിത്തം പിടിക്കാണ്ടിരിക്കെങ്കിലും ചെയ്യട്ടെ. അങ്ങനെയൊന്നും പറയരുതുണ്ണി. ദാ വരുന്നു. ചിറ്റൂരിൽ നിന്നും സുഭദ്രേച്ചിയുടെ കത്തൊക്കെ വരാറില്ലേ ചെറിയമ്മേ? കത്തൊക്കെ വരണുണ്ട്. ആൾക്ക് മാത്രം വരാൻ സാവകാശം ഇല്ല എന്നൊരു കുറവേ ഉള്ളൂ. അത് നമ്മുടെ കുഞ്ഞിക്കാവിന്റെ കാര്യം പറഞ്ഞതുപോലെയാ, പിടിപ്പതും മുതല്. പക്ഷെ കണ്ണെന്ന് ചിമ്മാനുള്ള സ്വസ്ഥതയില്ല. തക്കം പാർത്ത് നിൽക്കുകയല്ലേ സ്വന്തക്കാരെന്ന് പറഞ്ഞ് കുറെ എണ്ണം. കണ്ണെന്ന് തെറ്റിയ എത്രയാ കക്കുവെന്ന് യാതൊരു നിശ്ചയമില്ല. സുഭദ്രയുടെ കാര്യം ഇത് തന്നെയാ. ഇവിടെ സ്ഥിതി അതൊക്കെ തന്നെയാണ് ചെറിയമ്മേ. എല്ലാറ്റിനും എന്റെ കൈ തന്നെ ചെല്ലണം, അല്ലെങ്കിൽ കാണാൻ കഥ. ചെറിയമ്മയ്ക്ക് ഒരട കൂടിയാവാം. വേണ്ട, മതി കുട്ടിയെ. ഓ, അങ്ങനെ ഇപ്പൊ മതിയാക്കണ്ട. വേണ്ട വേണ്ട, കാറിൽ തന്നെ പോയാ മതി. കൃഷ്ണ, ആ കാറൊന്ന് പിന്നാമ്പുറത്തേക്ക് നീക്കിയിടൂ. കല്യാണിയമ്മേ, ആ ചാക്കും സഞ്ചിയും സാധനങ്ങളും ഒക്കെ കാറിലേക്കൊന്ന് എടുത്തു വെച്ചോളൂ. മുൻവശത്തോടി പോവണ്ട, വരാറായിട്ടുണ്ട്. നിക്ക്. പോരാത്തത് പിന്നെ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അല്ല കല്യാണിയമ്മേ, ഏട്ടത്തിയുടെയും കൂടെ വീടല്ലേ ഇത്? ഇവിടെ നിന്നും അവരുടെ കോവിലകത്തേക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാ അത് ഒളിച്ചും മറച്ചും പിന്നാമ്പുറത്തൂടെ ആക്കണേ? ഛേ.